കൗണ്ടിങ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. നമ്മൾ ഇന്ന് പരിചയപ്പെടാവുന്ന വാഹനം വെച്ചിട്ടുണ്ടെങ്കിൽ ഔഡി A6 ആണ്. വെറും 37,000 കിലോമീറ്റർ മാത്രം ഓടിയേക്കണം. സിംഗിൾ ഓണർഷിപ്പ് ഇതിന് വണ്ടി വിശ്വസിക്കാൻ പറ്റുമോ? സത്യമാണത്. വെറും 37,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ. ഫുള്ള് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ പോയേക്കണം. നല്ല കലക്കം വണ്ടിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഫുള്ള് വീഡിയോ ഞാൻ കവർ ചെയ്യുന്നുണ്ട്. ഇൻറ്റീരിയേഴ്സ്, എക്സ്റ്റീരിയേഴ്സ്, എഞ്ചിൻ ഭാഗം, ടയർ കണ്ടീഷൻ എല്ലാം വിശദമായിട്ട് ഞാൻ ഈ വീഡിയോയിൽ കൂടി തന്നെ പറഞ്ഞു പോകുന്നുണ്ട്. ഇത് നല്ല സ്റ്റോക്ക് കണ്ടീഷൻ ഇരിക്കുന്ന വണ്ടിയാണ് കേട്ടോ. അത് നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം നല്ലൊരു ഐഡിയ കിട്ടും. അപ്പോൾ വാഹനം ഫുള്ള് കണ്ടുവരാം. അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങൾ സംസാരിക്കാം. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു A6. ഞാൻ പറഞ്ഞ പോലെ തന്നെ 2012 ഇതിൻ്റെ മോഡൽ വന്നിരിക്കുന്നത്. 12 മോഡൽ A6 സിംഗിൾ ഓണർഷിപ്പ് നിൽക്കുന്ന വണ്ടി. യാതൊരു രീതിയിലുള്ള കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഇല്ല. പിന്നെ എടുത്ത് പറയേണ്ട കുറച്ച് ആഴ്ചയെങ്കിൽ വെറും 37,000 കിലോമീറ്റർ മാത്രം ഓടിക്കണം. നല്ല കലക്കം വണ്ടിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ ഒരു 37 കിലോമീറ്റേഴ്സ് അതും 2012 നോക്കുമ്പോൾ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ ഇത് കറക്റ്റ് ഷോറൂം സർവീസും കാര്യങ്ങളൊക്കെ പോയ വണ്ടിയാണ്. നീറ്റ് വണ്ടിയാണ്, നല്ല ക്ലീൻ പീസ് വണ്ടിയാണ്. പിന്നെ റേറ്റും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഒന്നും കൂടി ഇന്ന് പയ്യെ ഞെട്ടാൻ ചാൻസ് ഉണ്ട്. റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. അതിനൊക്കെ മുമ്പ് നമുക്ക് ഈ വാഹനം ഫുള്ള് കണ്ടേക്കാം. ഫുള്ള് ലുക്ക് അറൗണ്ട് വീഡിയോയിലൊക്കെ നമ്മളൊന്ന് പോകുന്നത് കണ്ടോ. നല്ല നീറ്റായിട്ട് നിൽക്കുന്ന ആ ഒരു സൈഡ് പോർഷനും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടോ. നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ആ ഒരു ഫ്രണ്ടേഴ്സും ആയാലും ബോണറ്റായാലും സൈഡും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും കണ്ടോ. ഇതാണ് വാഹനം വന്നേക്കുന്നത്. ഇനി നമുക്ക് വാഹനത്തിൻ്റെ ക്ലോസ് വ്യൂവിലേക്ക് നോക്കാം. ഇതാണ് ടോപ്പ് വ്യൂ വരുന്നത്. അത് നീറ്റായിട്ടധികം ടോപ്പ് വ്യൂ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ പയ്യെ വീലാസിലേക്കും ടയർ കണ്ടീഷനിലേക്കും നോക്കാം. വീലാസിലേക്ക് പോകാം. നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന വീലാസ് നമുക്കിവിടെ കാണാൻ പറ്റും. നല്ല ഗ്രിപ്പും ടയേഴ്സ് വെക്കുന്നുണ്ട്. അലോയ്സ് ആയാലും പക്ക ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന അലോയ്സ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ബോണറ്റിലേക്ക് വരാം. ബോണറ്റിന് യാതൊരു രീതിയിലുള്ള ഡാമേജോ കാര്യങ്ങളൊന്നും നമുക്കിവിടെ കിട്ടുന്നില്ല. നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ഒരു ബോണറ്റും സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. വിൻഷീൽഡ് നോക്കാം. വിൻഷീൽഡിലായാലും നീറ്റായിട്ടിങ്ങനെ വിൻഷീൽഡ് നമുക്കിവിടെ കാണാൻ പറ്റും. ഫ്രണ്ടിലേക്ക് വരാം. ഫ്രണ്ടിലേക്ക് നമുക്ക് ലാമ്പിലേക്ക് നോക്കാം. ലാമ്പ് നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. താഴെ നമുക്ക് ഡാമും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതേപോലെ ഇവിടെ ഫ്രണ്ടിൽ ലോഗോയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. ഇവിടുത്തെ ലാമ്പായാലും നീറ്റായിട്ടിരിക്കുന്നു. നമുക്കിവിടെ വീലാർസിലേക്ക് വരാം. ഈ വീലാർസിലേക്ക് വരുമ്പോൾ നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന വീലാർസ് നമുക്കിവിടെ കാണാം. നല്ല ഗ്രിപ്പും ടയേഴ്സൊക്കെ നല്ല അലോയ്സും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന അലോയ്സ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. രണ്ട് ഡോർ നോക്കാം. രണ്ട് ഡോറായാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന രണ്ട് ഡോർസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ രണ്ട് വിൻഷീൽഡും കാര്യങ്ങളൊക്കെ നോക്കാം. ഇവിടെ റൂഫായാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്നു. നമുക്കിവിടെ ഇവിടുത്തെ വീലാർസും എയർ കണ്ടീഷനിലേക്ക് വരാം. ഈ വീലാർസും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. നല്ല ഗ്രിപ്പും ടയേഴ്സ് വെക്കുന്നുണ്ട്. അലോയ്സ് ആയാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന അലോയ്സ് നമുക്കിവിടെ കാണാൻ പറ്റും. ബാക്കിലേക്ക് വരാം. ഇവിടുത്തെ ഡിഫോഗസും അതേപോലെ തന്നെ വിൻഷീൽഡും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. നമുക്കിവിടെ ബാക്കിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ ലിഡ് നോക്കാം. ഈ ലിഡായാലും ഒക്കെ ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. ഇവിടെ A6 ബാഡ്ജിങ് വരുന്നുണ്ട്. 2 ബാഡ്ജിങ് വരുന്നുണ്ട്. അതിൽ ബമ്പേഴ്സിലേക്ക് വരാം. ബമ്പേഴ്സ് ആയാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ആ ഒരു ബമ്പേഴ്സും നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ബാക്കിലേക്ക് വരാം. ഇവിടുത്തെ വീലാർസ് നോക്കാം. ഈ വീലാർസ് ആയാലും വൃത്തി തന്നെ ഇരിക്കുന്ന വീലാർസ് കാണാൻ പറ്റും. നല്ല ഗ്രിപ്പും ടയേഴ്സൊക്കെ തന്നെ അലോയ്സും പക്ക ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന അലോയ്സ് നമുക്കിവിടെ കാണാൻ പറ്റും. രണ്ട് ഡോറിലേക്കും വരാം. രണ്ട് ഡോറും ഇവിടെ നീറ്റായിട്ടിരിക്കുന്ന ഡോർസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഡോറിന് ഓപ്പൺ ചെയ്തിട്ട് ഇൻറ്റീരിയേഴ്സ് പരിചയപ്പെടാം. ഇവിടെ വിൻഷീൽഡും പവർ വിൻഡോസ് കൺട്രോളും അതേപോലെ തന്നെ ORM കൺട്രോളും മെമ്മറി ബട്ടൺസും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇൻറ്റീരിയേഴ്സിന് വിശദമായിട്ട് നോക്കുകയാണെങ്കിൽ സീറ്റ്സ് നോക്കാം. സീറ്റ്സ് ആയാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന സീറ്റ്സ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ബാക്കിയുള്ള ഇലക്ട്രോണിക് അഡ്ജസ്റ്റ്മെൻറ്റ് സ്വിച്ചസും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. അതേപോലെ ഇൻറ്റീരിയേഴ്സിന് വിശദമായിട്ട് നോക്കുകയാണെങ്കിൽ ഡാഷ്ബോർഡ് ശ്രദ്ധിക്കാം. ഡാഷ്ബോർഡും നീറ്റായിട്ടിരിക്കുന്നു. ഇവിടെയുള്ള ബാക്കിയുള്ള കൺട്രോൾസ് വരുന്നുണ്ട്. ഡ്രൈവിംഗ് മോഡ്സ് വരുന്നുണ്ട്. സ്റ്റിയറിംഗിൽ മൗണ്ടഡ് കൺട്രോൾസ് കാണാൻ പറ്റും. പാഡൽ ഷിഫ്റ്റേഴ്സ് വരുന്നുണ്ട്. ഓക്കെ. പിന്നെ കിലോമീറ്റേഴ്സ് 37,000 കിലോമീറ്റേഴ്സാണ് വാഹനം ഓടിയേക്കണം. ഇവിടെ ബാക്കിയുള്ള സ്വിച്ചസും കൺട്രോൾസൊക്കെ കാണാം. ഇവിടെ നമുക്ക് സീറ്റ്സ് നോക്കാം. സീറ്റ്സ് നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന സീറ്റ്സ് കിട്ടുന്നുണ്ട്. ഡോർ പാഡ്സ് നോക്കാം. ഡോർ പാഡ്സും നല്ല നീറ്റായിരിക്കും ഡോർ പാഡ്സ് കാണാൻ പറ്റും. റിയറിലെ സീറ്റ്സ് നോക്കാം. റിയറിലെ സീറ്റ്സ് ആയാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന സീറ്റ്സ് നമുക്ക് ഇവിടെ കാണാം. ഓക്കെ. അപ്പോൾ ഇത്രയൊക്കെയാണ് വണ്ടിയുടെ ഇൻറ്റീരിയേഴ്സ് നമുക്കിവിടെ കാണിക്കാനുള്ളത്. പയ്യെ നമുക്കിനി റിയർ സീറ്റ്സിലേക്ക് നോക്കാം. ഇവിടെ ഡോർ പാഡ്സ് നോക്കാം. ഇവിടുത്തെ ഡോർ പാഡ്സ് ആയാലും നീറ്റായിട്ട് ഡോർ പാഡ്സും കൂടെ കിട്ടുന്നുണ്ട്. ഇവിടുത്തെ സീറ്റ്സ് നോക്കാം. ഈ സീറ്റ്സും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന സീറ്റ്സ് കിട്ടുന്നുണ്ട്. ഇവിടെ ആംറെസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ന്യായമായിട്ടുള്ള ലെഗ് വരുന്നുണ്ട്. ഇവിടെ AC വെൻറ്റും കാര്യങ്ങളൊക്കെ കാണാം. ഇവിടെ നിന്നുള്ള വാഹനത്തിൻ്റെ വ്യൂ നോക്കാം. കേട്ടോ, നല്ല നീറ്റായിട്ട് ഇരിക്കുന്ന ഒരു ഇൻറ്റീരിയർ പോർഷനാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. ഇനി നമുക്കിനി എഞ്ചിൻ ഭാഗവും ബൂട്ടും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എൻജിൻ റൂം. അപ്പോൾ എൻജിൻ റൂം കൂടെ ഓൾമോസ്റ്റ് കവേർഡാണ് വന്നേക്കുന്നത്. എന്നാലും ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലോസ് ആയിട്ട് കാണിച്ചേക്കാം. എന്തെങ്കിലും രീതിയിലുള്ള ഡാമേജോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിവിടെ സ്പോട്ട് ചെയ്യാവുന്നതാണ്. വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ വിശദമായിട്ട് നോക്കാം.
ഞാൻ എല്ലാ ഭാഗങ്ങളും സ്ലോയിൽ തന്നെയാണ് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ നോക്കാം, ഇവിടെ നല്ല വൃത്തിക്കൊണ്ടിരിക്കുന്ന ഒരു എഡ്ജസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, നമുക്ക് ലിഡിലേക്ക് വരാം. ലിഡായാലും നല്ല ക്വാളിറ്റി കൊണ്ടിരിക്കുന്ന ഒരു ലിഡ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് വണ്ടിയുടെ ബോണറ്റിലും കൂടെ കാണിക്കാനുള്ളത്. പയ്യെ നമുക്കിനി വാഹനത്തിൻ്റെ ബൂട്ടിലേക്കൊന്ന് വയ്ക്കാം. ബൂട്ടിൽ എന്താണ് അവസ്ഥ ജസ്റ്റ് ചെക്ക് ചെയ്തേക്കാം. ഇതാണ് എൻ്റെ കീ വന്നേക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ്. ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് കണ്ടോ, ആവശ്യമായിട്ടുള്ള സ്പേസ് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ നമുക്കിനി എഡ്ജസ്റ്റിലേക്ക് ഒന്ന് വയ്ക്കാം. എഡ്ജസ് ആയാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ഒരു എഡ്ജസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ലിഡിലേക്ക് വരാം. ലിഡിലായാലും ഒരു ക്വാളിറ്റി നമുക്ക് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തൊക്കെ കാണാൻ പറ്റും. ഓക്കെ, നമുക്കിവിടെ ടയറിലേക്കൊന്ന് വയ്ക്കാം. ടയറൊക്കെ സ്റ്റോക്ക് ടയേഴ്സിന് വന്നിട്ടുണ്ട്. നമുക്ക് കണ്ടോ, വിത്ത് ടൂൾസും കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് വണ്ടിയുടെ വിശേഷങ്ങൾ. ഇനി നമുക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും സംസാരിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു വാഹനം കണ്ടു കഴിഞ്ഞു. ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. 2012 മോഡൽ A6 ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വെറും 37,000 കിലോമീറ്റർ മാത്രം ഓടിക്കുന്ന സിംഗിൾ ഓണർഷിപ്പ് നിൽക്കുന്ന വണ്ടിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു ഡീലായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ വിലയും കൂടി കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ഒന്നുകൂടി ഞെട്ടും. ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് പറഞ്ഞേക്കാവുമ്പോൾ എനിക്കൊരു ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്. രണ്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്തേക്കാം. വാഹന സംബന്ധമായുള്ള അപ്ഡേറ്റ്സ് ഡെയിലി നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ഒരു A6ൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 14 ലക്ഷം രൂപയാണ്. 14 lakhs നെഗോഷ്യബിൾ പ്രൈസ് ആയിരിക്കും. വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വോയിസ് അയക്കാം, മെസ്സേജ് അയക്കാം, റിപ്ലൈയും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. വാഹനം കിടക്കുന്നത് എറണാകുളം ജില്ലയിലെ ആലുവയിലാണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്പറിനകത്ത് കോൺടാക്ട് അയക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് വിശേഷങ്ങൾ. ഒട്ടനവധി വാഹനങ്ങളുടെ വീഡിയോസ് വരുന്നത്. ഡെയിലി അപ്ഡേറ്റ്സിനായിട്ട് ഫോളോ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.